ഹലോ ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസം തുടങ്ങിയിരിക്കുകയാണ്, തേർഡ് ഡേ എന്ന് വെച്ചാൽ ഇന്നാണ് കേട്ടോ. പപ്പായും മമ്മിയൊക്കെ നാട്ടിൽ പോകുന്നത് അല്ലേ ചായോ? സങ്കടമുണ്ടോ? ചെറുതായിട്ട് ഞങ്ങൾക്ക് സങ്കടമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സങ്കടം എന്ന് വെച്ചാൽ ഇവർ 3 ദിവസം ഞങ്ങളൊക്കെ സങ്കടമുള്ളത് ഈ ഇരിക്കുന്ന ആൾക്കാണ് കേട്ടോ. നാട്ടിൽ പോകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. പക്ഷെ അവർ 14-ാം തീയതി തിരിച്ച് സൗദിക്ക് പോകണം. തന്നെയിൽ ഞങ്ങൾക്ക് നാളെ തൊട്ട് ജോലിയുണ്ട്. അപ്പോൾ പപ്പായും മമ്മിയും ഇവിടെ ഇരിപ്പുണ്ട്. ഇച്ചാൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് സുമന്ത്. ഹായ് പറഞ്ഞോളാം പറ. ഹായ്. അപ്പോൾ നമുക്കിനി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ വന്ന കടയിൽ തന്നെ വന്നേക്കാണ് കേട്ടോ, സുഗന്ധ ഭവനിൽ. അപ്പോൾ ഞാൻ നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇഡലി അത് ഇതൊക്കെ കഴിക്കുന്നു. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് ഇന്ന് വി ആർ മാളിൽ പോവാണ് കേട്ടോ. വി ആർ മാളിലൊക്കെ പപ്പായ മമ്മയൊക്കെ ഒന്ന് കാണിച്ച് അതിനുള്ള സമയം ഉണ്ടാവുകയുള്ളൂ. ഇവർക്ക് ട്രെയിൻ 3:20-നാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് സെൻട്രലിലോട്ട് പോകണം. തിരുമംഗലത്തു നിന്ന് മെട്രോയ്ക്ക് കയറി സെൻട്രലിൽ ചെന്നിറങ്ങാൻ പറ്റും. അതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ കണ്ടോ ഗൈസ്, ഇതാണ് എൻ്റെ അരുമயான നെയ് റോസ്റ്റ്. കണ്ടോ, മല പോലുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കഴിക്കുകയാണ് വർത്താനമൊക്കെ പറഞ്ഞ്. ഇനി ഞാനും കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ താമസിച്ചിരുന്ന സ്റ്റേ ഉള്ളത്. അപ്പം അവിടെ വന്ന് സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടി പാക്ക് ചെയ്ത് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ചെക്കൗട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബസ് കയറി വി ആർ മാളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ എടുത്ത് വെച്ചു നമ്മൾ സെറ്റായി ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ വി ആർ മാളിൽ പോകാനായിട്ട് ബസ്സിൽ കയറി. ചാനിയോടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വോൾവോ കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ബസ്സിൽ കയറാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് എത്തും കേട്ടോ. നമ്മൾ വി ആർ മാൾ തൊട്ടടുത്താണ് ഇവിടുന്ന്. അപ്പോൾ ഇനി വി ആർ മാളിൽ കൂടെ നമുക്ക് തേരാപാര നടന്ന് മണിക്കൂട്ടനെ വി ആർ മാളൊക്കെ കാണിച്ച് ഞങ്ങൾ ഫിനിക്സ് മാളിൽ പോകാനൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് സമയം ഒരുപാടാകും. അതുകൊണ്ട് നമ്മൾ വി ആർ മാളിൽ പോയിട്ട് ഇപ്പോൾ പോവാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫിനിക്സ് മാളിൽ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 2 ആശാന്മാർ ഇവിടുന്ന് അങ്ങോട്ട് സ്ഥാനം മാറ്റിയിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ അവരോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു നമ്മൾ. എന്തേ ഒരു പുഞ്ചിരിയൊക്കെ തോന്നുന്നുണ്ട് അവിടെ ഇരുന്ന്. ഉണ്ണിയേ മണിയേ ചിരിക്കൂ. മണി ടാറ്റ. എനിക്ക് മേളിലിരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിവിടെ താഴെയാണ് വെച്ചിരിക്കുന്നത്. എന്നാലും എനിക്ക് റോഡ് കാണാം, അത് മതി. ഞങ്ങളങ്ങനെ വി ആർ മാളിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഇവിടെ ചാടിക്കിടക്കണം. കാരണം ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്കല്ലാതെ കിടക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ചാടിക്കിടക്കാൻ പോവാണ്. അപ്പോൾ അതേ നമ്മുടെ വി ആർ മാളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ. ഇപ്പം നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറിപ്പോവാം. ഞാൻ ഈ മൂലയ്ക്കൊണ്ട് സഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുക്കാൻ വന്നാൽ അവരകത്തോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ ആശാന്മാരൊക്കെ ഇവിടെ തന്നെ നോക്കി നിൽക്കുന്നു. ഓ, എ സിയിൽ കയറുമ്പോൾ എന്തൊരു സമാധാനമാപ്പാ. പുറത്ത് വെയിലില്ലെങ്കിലും ഭയങ്കര ചൂടാണേ. അപ്പം നമുക്ക് രാത്രിയിലത്തെ അത്ര തിരക്കൊന്നും ഇല്ല. അല്പം മ്യൂസിക്കാവാം. നമ്മളെപ്പോഴും വരുന്നതല്ലേ, ഞാൻ നിങ്ങളെ ഒരുപാട് കാണിച്ചിട്ടുള്ളതല്ലേ. അപ്പം നമുക്കിനി ഞങ്ങൾ കുറച്ച് ഇതിലൊന്ന് റോന്ത് ചുറ്റാം. അപ്പം നമ്മൾ ഓരോരുത്തർക്ക് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മണി അപ്പനെ പറയാം വൈബ് തന്നെന്ന്. അതിനാണ് ഇവരെല്ലാവരും ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം എല്ലാം നിങ്ങളെ. അപ്പോൾ ഇത് നോക്കി അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട് കേട്ടോ. നോക്ക്, ലൈറ്റിങ് നോക്കൂ മോളീന്ന്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. എല്ലാ കടയിലും പെർഫ്യൂമിൻ്റെ വില പ്രെഡിക്റ്റ് ചെയ്യാണ് ഗൈസ്. വേണമായിട്ടല്ല, നമ്മുടെ വീട്ടിൽ പെർഫ്യൂമുണ്ട്. നമുക്ക് സൗദി പെർഫ്യൂം, ജർമ്മൻ പെർഫ്യൂം വരെ ഉണ്ട്. പക്ഷേ നമുക്കെന്താ, ചുമ്മാ ഒന്ന് വില നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഡിസ്കഷൻ നടക്കും. 10,000 രൂപയുടെ പെർഫ്യൂം, 8,850 രൂപയുടെ പെർഫ്യൂം. അപ്പം ഞങ്ങൾ ഇരുന്ന് കഥ പറയാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. ഇനി ഇരുന്ന് വർത്താനം പറയാൻ സ്ഥലമായി. അല്ല, നമ്മൾ ഇരുന്ന് വർത്താനം പറയാമെന്ന് പറയായിരുന്നു.
നമ്മളിവിടെ വെസ്റ്റ് സൈഡിനകത്ത് കയറി കേട്ടോ. വെസ്റ്റ് സൈഡിൽ കയറിയപ്പം ഇവിടെ അത്യാവശ്യം എല്ലാത്തിനും ഓഫറാണെന്ന് തോന്നുന്നു. അപ്പം ഞാനും മമ്മിയും കൂടെ പറയായിരുന്നു ഇത് കൂട്ട് 4 വാങ്ങിച്ചോല്ലോ എന്ന്. എനിക്കും മമ്മിക്കും കുഞ്ഞേച്ചിമാർക്കും ഞങ്ങൾ 4 പേര് രമേശിൻ്റെ കടയിൽ നിന്ന് മേടിച്ചോലെ ഇടാമെന്ന് പ്ലാൻ ചെയ്യായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യണം താമസിക്കാതെ. അപ്പോൾ ഞങ്ങളൊന്ന് കയറി ഇവിടെയൊക്കെ പരതാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ല വെസ്റ്റ് സൈഡിൽ ഇത്ര ഓഫറിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും 499 ഒരുപാടുണ്ട്. നോക്കാം. ചുരിദാറിൻ്റെ ഷാളൊക്കെ വരുന്ന സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ കാണുന്നില്ല. ഇത് നല്ലതല്ലേ? ഇത് വലിയ ചുരിദാർ പോലത്തെ ഇടിയിട്ട് എനിക്ക് ഇഷ്ടമല്ല. മജന്ത അല്ലേലും 999 രൂപ പാട്ടച്ചെരുപ്പിന്. 999 രൂപ അതിന്. അവിടെ 499 എഴുതിയേക്കുന്നു. അപ്പോൾ ഞാനും മമ്മിയും ഓരോരോ കടയ്ക്കകത്തൂടെ കയറി ഇങ്ങനെ കാഴ്ചകൾ കാണാം അല്ലേ അമ്മി? അവർ വെളിയിലാണ് കേട്ടോ. അവർ മാളിൻ്റെ പുറത്തുകൂടെ നടക്കുന്നു. ഞാനും മമ്മിയും ഓരോരോ കടകളിനകത്തൂടെ കയറി നടക്കുന്നു. ഇപ്പം ഞങ്ങൾ ലൈഫ് സ്റ്റൈലിനകത്താണുള്ളത്. പാത്ര സെറ്റൊക്കെ നോക്കമ്മേ. ഇവിടെ ഫുള്ള് പാത്രം കണ്ട ഒരു സമാഹാരം തന്നെയുണ്ട്. അടിപൊളിയാണ് കാണാൻ കേട്ടോ. നമുക്ക് അങ്ങനൊരു വലിയൊരു ഫുള്ള് കപ്പും പാത്രങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് നടന്ന് കാണാം നമുക്ക്. ഇതൊക്കെ മമ്മി ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മി കാണിക്കുകയാണ്. അതെന്താ അമ്മ ഇത്? ചൂട് പിടിക്കുന്ന ചൂട് പാത്രം പിടിക്കാനാണ്. അങ്ങനെയാണ് കേട്ടോ കണ്ടു നടക്കാൻ. പക്ഷെ വില ഒടുക്കത്തെ വിലയാണ്. ഒരു രക്ഷയില്ല. പക്ഷെ അടിപൊളി സാധനമാണ് കാണാൻ. ഞങ്ങളിപ്പോൾ ഫർണിച്ചറിൻ്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. ഈ ഒരു സെറ്റിന് 1,00,000 രൂപയാണ്. ഇത് ഇങ്ങനെ ഓരോരോ സെറ്റായിട്ട് ഇവരിങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഞങ്ങളൊന്ന് ഇരുന്ന് നോക്കിയിട്ട് കൊള്ളാം, അടിപൊളിയാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ EMIക്ക് വാങ്ങിക്കാം, EMIയിൽ വാങ്ങിക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടമ്മ ഇതുവരെ. EMI ആണെങ്കിൽ 8,771 രൂപ വെച്ച് നമ്മൾ മാസം അടയ്ക്കുന്നതിൻ്റെ ഒരു ഓപ്ഷനായിരിക്കും. കൊള്ളാം. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും കുറേ സംഭവത്തിൽ ഇരുന്ന് നോക്കാറുണ്ട്. നമുക്ക് അങ്ങോട്ടുള്ളതൊക്കെ പോയി വിലയും ഇരുന്ന് നോക്കാം. എന്നാലും നമുക്ക് നാട്ടിലേക്കൊന്നും എത്തിക്കില്ല. നാട്ടിലേക്ക് എത്തിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകണം. EMI എവിടെ വേണമെങ്കിലും കിട്ടുമേ. ഞങ്ങളിവിടെ അല്ലേ. EMI എന്ന് വെച്ചാൽ നമ്മുടെ സാലറിയുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചാണ് ഇവർ EMI തരുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒക്കെ നോക്കാം. കൊണ്ടുപോകുന്ന നോക്കാം. നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് അവിടെ 2 മേടിക്കാം. ഒരു സെറ്റിൻ്റെ വിലയെന്ന് വെച്ചാൽ 1,39,993 രൂപയാണ് വരുന്നത്. പക്ഷെ അപ്പോൾ സെറ്റാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇതെന്താ ബുദ്ധനല്ലേ ഇവിടെ ഇരിക്കുന്നത്? ബുദ്ധൻ കാണാനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങോട്ട് ഫുള്ള് ഫർണിച്ചറാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മമ്മി എവിടെ? മമ്മി ഏതെങ്കിലും ചെടിയൊക്കെ നോക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ചെടികളുടെ സെക്ഷനാണ്. മമ്മി ഒരു ചെടിയെന്ന് പറഞ്ഞാൽ മമ്മിക്ക് അത്ര ജീവനാട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഒരു പൂങ്കാവനമാണ് ഗൈസ്. മമ്മി എന്താ നോക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങളിവിടുന്ന് ആകപ്പാട് ഒരു അരിപ്പ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ ഇനി അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നു ഗൈസ്. ഇനി നമുക്ക് പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയാലേ നമുക്ക് കൃത്യസമയത്ത് ചെന്നൈ സെൻട്രലിൽ എത്താൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിക്കോളൂ, ലാൻഡ് ചെയ്തോളൂ. അപ്പ എന്തിയേ? അപ്പ വരുന്നുണ്ട്. ഇനി നമ്മളുടെ ഫുഡ് കോർട്ട് എവിടെയാണ് ഗായ്സ്? ടാസ്മാക്കൊക്കെ പപ്പായും മമ്മിയും കാണിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളെ ഞാൻ 100 വട്ടം കാണിച്ചിട്ടുള്ള ഇവിടുത്തെ ടാസ്മാക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ടാസ്മാക്കിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നോക്കൂ, അപ്പോൾ നമ്മൾ അപ്പായും അമ്മയും അവിടെ സെറ്റിലാക്കി കേട്ടോ. അപ്പോൾ ഇവരിവിടെ നമ്മൾ KFC കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഇവരോട് ബില്ല് പേ ചെയ്യാണ് കേട്ടോ. അപ്പോൾ മണിക്കുട്ടന് സൗദിയിലെ KFCയുടെ അത്ര ഇവിടെ വരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവന് തൈര് സാധമാണ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്. അവിടെ വരെ ഇവനിപ്പോൾ നമ്മൾ തൈര് സാധം ഞങ്ങൾ മാത്രം ഇവിടുന്ന് KFC കഴിക്കും. മണി പുറത്തിറങ്ങി തൈര് സാധം കഴിക്കും. എക്സ്പ്രഷൻ നോക്കി ഒന്നും അറിയാത്തവരെ നിൽക്കുക, ചെവി കേൾക്കാത്തവരെ നിൽക്കുകയെന്ന്. അപ്പൻ താഴോട്ട് വീഡിയോ എടുക്കുന്നു, മേളിലോട്ട് വീഡിയോ എടുക്കുന്നു, അമ്മയുടെ ഫോട്ടോ എടുക്കുന്നു. എന്തൊക്കെയാണെന്നറിയോ? കിട്ടിപ്പോയി. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം കിട്ടി ഗൈസ്. കമോൺ. അപ്പോൾ നമ്മുടെ KFC വന്നു. അപ്പോൾ നമ്മൾ KFC കഴിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കഴിച്ച് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. ഇനി നമുക്ക് മെട്രോ സ്റ്റേഷനിൽ ചെന്ന് മെട്രോ കയറി സെൻട്രലിലോട്ട് പോകാനുള്ള പരിപാടി നോക്കണം. ഇപ്പം ഇച്ചാനൊക്കെ നടന്ന് തിരുമംഗലം മെട്രോ സ്റ്റേഷനിലെത്തി. ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് തിരുമംഗലം മെട്രോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എത്തും.
എത്തിയിട്ട് വേണം ബാക്കി പെട്ടെന്ന് പടപടയും കാര്യങ്ങൾ ചെയ്യാൻ. ഇനിയിപ്പോൾ പെട്ടെന്ന് സമയം. മെട്രോ സ്റ്റേഷനിലെത്തി. ചെന്നൈ മെട്രോ തിരുമംഗലം മെട്രോ. ഞങ്ങളങ്ങനെ തിരുമംഗലത്തു നിന്ന് മെട്രോയെ കയറി ചെന്നൈ സെൻട്രലിൽ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുവാണ്. കാരണം ലോക്കൽ സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. നമ്മളിവിടെ 2 മണി ആയതല്ലേ ഉള്ളൂ 2 മണി ആയതേ ഉള്ളൂ. നമുക്ക് 3:15 പപ്പായ്ക്കൊക്കെ വണ്ടി. അപ്പോൾ നമുക്ക് ഒരു 2-2:30 ആകുമ്പോൾ മുകളിലോട്ട് പോകാമെന്ന് ഓർത്തു, സെൻട്രലിൽ അങ്ങോട്ട് ലോക്കൽ സ്റ്റേഷനിലോട്ട്. അപ്പോൾ അതുവരെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടുന്ന് ചില്ല് ചെയ്യാം, എന്നിട്ട് മേടിച്ച് നമുക്ക് ചായയോ എന്തെങ്കിലും കുടിച്ച് സമയം കളയാമെന്നാണ് നമ്മളൊരു പ്ലാനിങ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ മണിക്കൂട്ടിന് ഒരു ലൈം ജ്യൂസ് മേടിക്കാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചായയായിരുന്നു, ചായ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനും മണിയും ലൈം ജ്യൂസ് വാങ്ങിക്കാൻ നിൽക്കുക. യെസ്, ലെമൺ ജ്യൂസ് വന്നു. പോവാം. അപ്പോൾ ഇതാണ് മമ്മിക്കും പപ്പായ്ക്കും ഒക്കെ പോവേണ്ട. ഞങ്ങളൊന്നും പോയില്ലേ, ട്രിവാൻഡ്രം എക്സ്പ്രസ് അത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെത്തി 6ാമത്തെ പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. അതെ, 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇച്ചാനും മണി ഫ്രണ്ടിൽ നടക്കുവാണ് കേട്ടോ. അപ്പം ഇപ്പം തന്നെ 2:50 ഏറെക്കുറെ 3:15 ആകുമ്പോൾ വണ്ടി എടുക്കുമായിരിക്കും. അപ്പോൾ ഇവരെ കയറ്റി ഇരിക്കേണ്ടടുത്ത് നമുക്ക് സെറ്റിലാക്കി കൊടുക്കാം. അയ്യോ, ഒരു പോവാണേ. 2 ദിവസം പോയതറിഞ്ഞില്ല കേട്ടോ, നല്ല രസമായിരുന്നു. അപ്പോൾ നമുക്കിവരെ കയറ്റി അവിടെ സെറ്റിലാക്കാം. മണിയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഗൈസ്. അതെ, ആദ്യമായിട്ട് മണി ട്രെയിനിലേക്ക് കാലെടുത്ത് വെക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ മണി ലോക്കൽ ട്രെയിനിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ വരാം, കയറിക്കോ. അപ്പോൾ നമുക്ക് കയറ്റി ഒന്ന് സെറ്റിൽ ചെയ്യണം. അങ്ങനെ നമ്മൾ സെറ്റായിരിക്കുകയാണേ. എവിടെ മണിയെ കാണുന്നില്ലാത്ത എന്താടാ? നീ മറന്നിരിക്കുകയായിരുന്നടാ ഇറക്കാം. മണി ഇതേ നമ്മുടെ സൈഡിൽ ഇരിപ്പുണ്ട്. മണിക്ക് കാഴ്ച കണ്ടുപോകാം കേട്ടോ. ഇരിപ്പുണ്ടത്തൊന്നും നമ്മൾ നാട്ടിലോട്ട്. അപ്പോൾ വണ്ടി എടുക്കാറാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോകും. ട്രെയിൻ അനങ്ങി തുടങ്ങി. ഞാനും വെച്ചാലും ഇറങ്ങാണ്. മണിയേ ബൈഡാ. അടുത്ത പ്രാവശ്യം കുറച്ച് പേഴ്സൊക്കെ വേറെ സെറ്റ് ചെയ്തുകൊണ്ട് വാ. അവരകത്തിരിക്കാൻ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ട്രെയിൻ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ വെളിയിൽ നിന്നിട്ട് അപ്പയുടെ അമ്മയുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ പതുക്കെ ചലിക്കാൻ തുടങ്ങി. ഞങ്ങളാകെ ശോകം മൂകരായിപ്പോയി. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റ, ബൈ ബൈ.